നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. തിരൂർ ആശുപത്രി ഓങ്കോളജി കെട്ടിടം തുറന്നു കൊടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരൂർ വാർഷിക ജനറൽ ബോഡി ആവശ്യപ്പെട്ടു. താനൂർ സബ് ജില്ലാ കായികമേളയിൽ താനൂർ ടൗൺ GMUP സ്കൂൾ സബ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. 3 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി EK ഷഹദിയ വ്യക്തിഗത ചാമ്പ്യനായി. ഇടതുപക്ഷ സർക്കാർ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് BMS ജില്ലാ സെക്രട്ടറി L സതീഷ്. BMS കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീഷ്. തിരൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് സിഗ്നേച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. PTUC സംസ്ഥാന നേതൃത്വ ക്യാമ്പ് പഠനം 2025 തിരൂരിൽ സംഘടിപ്പിക്കും. ക്യാമ്പ് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വികസന സദസ്സുകൾ നാടിന്റെ സ്പന്ദനമെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ. വികസന തുടർച്ചയുടെ 5 വർഷങ്ങൾ തുറന്നുകാട്ടി താന്നാളൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ്. വാർത്തകൾ വിശദമായി. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാത്ത ജില്ലയിലെ ഓങ്കോളജി ആശുപത്രി കെട്ടിടം ക്യാൻസർ രോഗികൾക്കായി പൂർണ്ണമായും തുറന്നു കൊടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരൂർ വാർഷിക ജനറൽ ബോഡി ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗികൾക്ക് മാത്രമായി വിഭാവനം ചെയ്ത് നിർമ്മിച്ച 9 നില കെട്ടിടത്തിൽ ഭാഗികമായി മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നത് നിരാശാജനകമാണെന്നും ക്യാൻസർ രോഗികൾ ജില്ലയിൽ ആശ്രയിക്കുന്ന ഏക ചികിത്സാലയമായ ഈ കെട്ടിടം തുറക്കാൻ അടിയന്തരമായി സർക്കാർ മറ്റെല്ലാ സാങ്കേതിക പ്രശ്നങ്ങളും ഒഴിവാക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ബസ് സ്റ്റാൻഡിലെ നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും യോഗം നഗരസഭയോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സബ്ക അമീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KT രഘു മുഖ്യപ്രഭാഷണം നടത്തി. സംഗം മണി, ഈസ്റ്റേൺ നിസാർ, റോയൽ നവാസ്, നസീസ് ഗഫൂർ, PP ബഷീർ, നസീസ് മുഹമ്മദ്, സബ്ക ഷാഫി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അമീർ സബ്കയെയും വർക്കിംഗ് പ്രസിഡന്റായി റോയൽ നവാസിനെയും വൈസ് പ്രസിഡന്റുമാരായി ബിസ്മില്ല ബാവ, ഖലീസ് ഷഫ്നീദ്, ജനറൽ സെക്രട്ടറി ഈസ്റ്റേൺ നിസാർ, സെക്രട്ടറിമാരായി ഷീബ നന്ദകുമാർ, സീസിലർ കുഞ്ഞിബാവ, റഫീഖ് അറേബ്യൻ ഗ്രീൻസ്, ട്രഷറർ നസീസ് ഗഫൂർ, രക്ഷാധികാരികളായി PP ബഷീർ, നസീസ് മുഹമ്മദ്, സബ്ക ഷാഫി എന്നിവരെയും തിരഞ്ഞെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. താനൂർ സബ് ജില്ലാ കായികമേളയിൽ താനൂർ ടൗൺ GMUP സ്കൂൾ സബ് ജൂനിയർ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. 3 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി EK ഷഹദിയ വ്യക്തിഗത ചാമ്പ്യനായി. കോഴിച്ചന MSP ഗ്രൗണ്ട്, കോട്ടക്കൽ ആയുർവേദ കോളേജ് എന്നിവിടങ്ങളിൽ വെച്ച് നടന്ന താനൂർ സബ് ജില്ലാ കായികമേളയിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും 1ാം സ്ഥാനം നേടി EK ഷഹദിയ വ്യക്തിഗത ചാമ്പ്യനായി. കൂടാതെ റുഫൈദ ഷെറി ഷോട്ട്പുട്ടിൽ 2ാം സ്ഥാനവും ഡിസ്ക് ത്രോയിൽ 3ാം സ്ഥാനവും നേടി. ഫാത്തിമ നഹിദ 400 മീറ്ററിൽ 2ാം സ്ഥാനവും ഹർഡിൽസിൽ 3ാം സ്ഥാനവും നേടി. ഫാത്തിമ ഷെറിൻ ലോങ് ജമ്പിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇതോടനുബന്ധിച്ച് നടന്ന വിജയാഘോഷത്തിന് HM മുഹമ്മദ് മാസ്റ്റർ, സീനിയർ അസിസ്റ്റന്റ് ഗിരീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. സീനിയർ അസിസ്റ്റന്റ് ഗിരീഷ് കുമാർ, കായികാധ്യാപകൻ സുജിത്, സ്പോർട്സ് കൺവീനർ NP സരിത, സ്റ്റാഫ് സെക്രട്ടറി ഹസീന എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് താനൂർ. ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് BMS മലപ്പുറം ജില്ലാ സെക്രട്ടറി L സതീഷ്. BMS കാൽനട പ്രചരണ ജാഥ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീഷ്. കാൽനട പ്രചരണ ജാഥ ചിറക്കലിൽ നിന്നും ആരംഭിച്ച് താനൂർ നഗരത്തിൽ അവസാനിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം സർവ്വമേഖലയിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും
പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് DA കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല. ശക്തമായ തൊഴിൽ പ്രക്ഷോഭവുമായി സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തെരുവിൽ ഇറങ്ങുമെന്നും BMS മലപ്പുറം ജില്ലാ സെക്രട്ടറി L സതീഷ് പറഞ്ഞു. BMS കാൽനട പ്രചരണ ജാഥ ചിറക്കലിൽ നിന്നും ആരംഭിച്ച് താനൂർ നഗരത്തിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടറി L രതീഷ് ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ പൂപ്പറമ്പ് ജാഥ ക്യാപ്റ്റനായി. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് NV രാജേഷ് പതാക കൈമാറി. മേഖലാ സെക്രട്ടറി O ഗോപാലൻ സ്വാഗതവും മേഖലാ പ്രസിഡന്റ് സ്മിത ബാലൻ അധ്യക്ഷതയും വഹിച്ചു. നഗരസഭാ കൗൺസിലർ ദിബീഷ് ചിറക്കൽ ആശംസകൾ അർപ്പിച്ചു. വെട്ടന്യൂസ് താനൂർ. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ കോൺഗ്രസ് തിരൂർ മണ്ഡലം കമ്മിറ്റി സിഗ്നേച്ചർ ക്യാമ്പ് നടത്തി. DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചുര ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുബൈദ മാങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പ് DCC ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിന മോൾ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി KP റീന, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ഗോപാലകൃഷ്ണൻ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് യാസർ പയ്യോളി, വസന്ത പുളിക്കൽ, ഖദീജ ടീച്ചർ, സുഹറ, സെലീന, നാസർ പോറൂർ, ഷിഹാബ് തിരൂർ എന്നിവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. പ്രോലറ്റേറിയൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വ ക്യാമ്പ് ഒക്ടോബർ 20 തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിക്കും. ക്യാമ്പ് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന പ്രോലറ്റേറിയൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വ ക്യാമ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. PDP സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ആമുഖ പ്രഭാഷണം നടത്തും. പുനഃക്രമീകരിച്ച ഭരണഘടനയുടെ പ്രകാശനം വൈസ് ചെയർമാൻ ശശി പൂവഞ്ചിന നിർവഹിക്കും. PDP സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി VM അലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ, ട്രേഡ് യൂണിയൻ മേഖലയിലെ സമുന്നതരായ നേതാക്കന്മാരും ക്യാമ്പിൽ പങ്കെടുക്കും. 400ഓളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി സാഹിബ് ഈ കാര്യങ്ങൾ പൂർണ്ണമായും സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് അദ്ദേഹം വിശദീകരിക്കും. പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്താം. പങ്കെടുക്കുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VN ശശികുമാർ, ജനറൽ സെക്രട്ടറി നടയറ ജപ്പാർ തിരുവനന്തപുരം, ഫൈസൽ കമ്മാനം മലപ്പുറം, സെക്രട്ടറി CM കാവുംപുറം, പിന്നെ ജില്ലാ നേതാക്കളായ ഷാബുൽ അമീദ്, ഹാരിസ് വാണി, മൈസൂർ വരപ്പനങ്ങാടി, മുസ്തഫ മങ്കട, ഹുസൈൻ കുടിഞ്ഞി അടക്കമുള്ള നേതാക്കളുടെ സന്നിധരാണ്. വാർത്താ സമ്മേളനത്തിൽ ഫൈസൽ കന്മനം, CM കാവുംപുറം, ജില്ലാ നേതാക്കളായ ഷാഹുൽ പള്ളിക്കൽ, ഹാരിസ് വാണിയന്നൂർ, മൻസൂർ പരപ്പനങ്ങാടി, മുസ്തഫ മങ്കട, ഹസൈനാർ കുടിഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടന്യൂസ് മലപ്പുറം. സമഗ്ര മേഖലയിലെയും വികസനങ്ങൾ ജനങ്ങളിലേക്കെത്തിച്ച് താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചറുടെ അധ്യക്ഷതയിൽ കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വികസന സദസ്സുകൾ നാടിന്റെ സ്പന്ദനമാണ്. 2031 പഞ്ചായത്ത് വികസനം ഏത് തലത്തിൽ എത്തണം എന്നുള്ളത് മുഖവിലക്കെടുത്തുകൊണ്ടാണ് വികസന സദസ്സുകൾ രൂപം നൽകിയിട്ടുള്ളത്. വികസനം അടിത്തട്ടിൽ നിന്നും ആരംഭിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ വികസന ഫണ്ടിൽ 1/3 ഭാഗം വിഹിതം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. വികസനം ജനങ്ങളോട് പങ്കുവെക്കണം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത്. അധികാര വികേന്ദ്രീകരണം നടത്തുന്ന ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമാണ് കേരളം. എങ്കിലും അഴിമതിയുടെ പുഴുക്കുത്തുകൾ ഇവിടെയുണ്ട്. അത് തടയുന്നതിൽ പൊതുജന സഹകരണം കൂടി അനിവാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി സുരക്ഷിത വികസന രേഖ അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V അബ്ദുൽ റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സതീശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സിനി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമീറ, മുൻ പഞ്ചായത്ത് സെക്രട്ടറി പ്രേമരാജൻ, മറ്റു മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. വികസന സദസ്സിൽ ചർച്ചകൾ, അനുമോദന സദസ്സുകൾ, വീഡിയോ പ്രദർശനങ്ങൾ, പാനൽ പ്രദർശനങ്ങൾ, കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു. വെട്ടന്യൂസ് താനാളൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.